കൂലിപ്പണി ദേവൻ. ദേവൻ കൂലിപ്പണി. അടി, വെട്ട്, കൊത്ത് എന്നിവയ്ക്ക് ശ്രമിക്കുക ദേവൻ കൂലിപ്പണി. ഡേ ലോക്കി, നീ പറഞ്ഞ തള്ളുകളൊക്കെ ക്ഷമിക്കൂടാ. പക്ഷെ അമീർ ഖാനും ഉപേന്ദ്ര ഈ പടത്തിൽ വെറും ക്യാമിയോസ് അല്ല, ഈ പടത്തിലെ ക്യാരക്ടേഴ്സാന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചില്ലേ, അറിഞ്ഞ ഒരിക്കലും ക്ഷമിക്കില്ലടാ. ഡേ LCU, നീ ഇന്ന് ICU പോണ ടൈമിടാ. കൂലിക്ക് ഈ റിസൾട്ട് വരാൻ കാരണം ലോകേഷ് മാത്രമല്ല, ഈ റിസൾട്ടിന് പിന്നിൽ വേറെ രണ്ടുപേരും കൂടെ ഉണ്ട്. ഇങ്ങനെ ഓരോരോ അപരാധ കണ്ടീഷനുകളും പറഞ്ഞ് നന്നായിട്ട് പടം എടുക്കുന്ന ഡയറക്ടേഴ്സിനെ കൊണ്ട് ഈ മൂഞ്ചിക്കലാണ് ഈ സൺ പിക്ചേഴ്സിന്റെ രജനീകാന്തിന്റെ മെയിൻ പരിപാടി. പ്രിയപ്പെട്ട യൂട്യൂബ് നിവാസികളെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്ന പട്ടമാണ് കൂലി. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. നമ്മുടെ സത്യരാജ് വലിയൊരു ശാസ്ത്രജ്ഞനാണ്. എന്ന് പറഞ്ഞാൽ മറ്റേ ആകാശത്തിലേക്ക് റോക്കറ്റ് വിടുന്ന അത്ര വലിയ ശാസ്ത്രജ്ഞനല്ല. പുള്ളി ഒരു മഹത്തായ കണ്ടുപിടുത്തം നടത്തും. ടൈം ട്രാവൽ ചെയറാണോ? അല്ല. ലൈറ്റ് സ്പീഡിൽ സഞ്ചരിക്കുന്ന വാഹനമാണോ? അല്ല. വെള്ളത്തിലോടുന്ന ബൈക്കാണോ? അല്ല. പിന്നെ എന്താണ് ആ മഹത്തായ കണ്ടുപിടുത്തം? ചെറുതായിട്ട് ശവം കത്തിച്ചളയുന്ന ഒരു ചെയർ. ഇതാണോടെ ഇത്ര വലിയ മഹത്തായ കണ്ടുപിടുത്തം? ഇതൊക്കെ ഞങ്ങളുടെ അണ്ണ 2003 തന്നെ കണ്ടുപിടിച്ചാണ് ഇതൊക്കെ. ഈ ചെയർ നമ്മുടെ നാഗാർജുനയ്ക്ക് വേണം. എന്തിനാ ചെയർ? പുള്ളി കൊല്ലുന്ന ആൾക്കാരെ ദയിപ്പിക്കാൻ. എന്റെ കരിയറിൽ ഞാൻ ഇതേപോലത്തെ ഒരു മൊണ്ണവില്ലെന്ന് ഞാൻ കണ്ടിട്ടില്ല. സ്വന്തമായിട്ട് പുള്ളിക്ക് ഒരു ഹാർബർ തന്നെ ഉള്ളതാ. ഈ ശവം കല്ല് കെട്ടി കടലിൽ ഇറക്കിയാൽ പോരെ? അതെങ്ങനെയാ? സ്വന്തം തന്തയെ കൊന്നവനെ പോലെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പുഴുങ്ങിയ വില്ലനാണ് ഇദ്ദേഹം. രജനീകാന്തിനെ കാണുമ്പോഴൊക്കെ പുള്ളി പറയും, ഉണ്ണി എങ്കയോ പത്രിക്ക് മാറ്റി ഇരിക്കുന്നു. പക്ഷെ അമീർ ഖാൻ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും ആരാന്ന്. തലവരെ നീക്കളാ. ഒരുത്തനെ മര്യാദയ്ക്ക് തല്ലിക്കൊല്ലാൻ പോലും പുള്ളിക്ക് അറിയത്തില്ല. പുള്ളി ആ ചുറ്റി വെച്ച് സൗബിന്റെ തലയിൽ പരഞ്ചടി അടിച്ചിട്ടൊന്നും സൗബിൻ ചാവത്തില്ല. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ സത്യരാജ് പടമാവുന്നത്. സത്യരാജിന്റെ കൂട്ടുകാരനാണ് നമ്മുടെ കൂലി ദേവ. ഇപ്പൊ വലിയ സെറ്റപ്പിലാ. പുള്ളിക്ക് സ്വന്തമായിട്ടൊരു മാൻഷൻ തന്നെയുണ്ട്. അല്ല, കണ്ട അന്യനാട്ടിലും കിടന്ന് കൂലിപ്പുരി എടുത്ത് ഇയാൾക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ മാൻഷൻ കിട്ടാനുള്ള കാശ് എവിടെ നിന്ന് കിട്ടിയത്? സോറി, ഞാനത് പറഞ്ഞു. കഥയിൽ ചോദ്യമില്ല. കൂട്ടുകാരൻ പടമായത് അറിഞ്ഞ നമ്മുടെ കൂലിപ്പണി ദേവൻ വിശാഖപട്ടണത്തിലേക്ക് വരികയാണ്. കൂലിപ്പണി ദേവന് ഒറ്റ ഉദ്ദേശമുള്ളൂ, തന്റെ കൂട്ടുകാരനെ കൊന്നവനെ കണ്ടുപിടിക്കുക, അവനോട് പ്രതികാരം ചെയ്യുക. ഈ സിനിമയിൽ നമ്മുടെ തലൈവരെ കുറിച്ച് പറയുകയാണെങ്കിൽ തലൈവരിക്ക് വയ്യ. തലൈവർ ഒരു സ്ഥലത്ത് അനങ്ങാണ്ട് നിൽക്കും, ഗുണ്ടകളൊക്കെ ഓടി വന്ന് ഇടി വാങ്ങിച്ചിട്ട് പൊക്കോണം. അതല്ലെങ്കിൽ ഫുൾ ഫൈറ്റ് ഡൂപ്പിനെ കൊണ്ട് ചെയ്യിച്ചിട്ട് തലൈവരുടെ തല വെട്ടിക്കയറ്റും. തലൈവരെ അവിടെ ഫൈറ്റ് സീനും വെച്ചിട്ട് തലൈവർ ഈ ശരീരവും മൂടിക്കിട്ട് ഇവിടെ എന്ത് ചെയ്യുക? കണ്ണ എന്നോട് ഇതിന്റെ തല അന്തോടെ സേര പോകുന്നത് എന്ന് പറഞ്ഞാൽ തലൈവരുടെ ശരീരത്തിൽ ഇയാളുടെ തല എന്ന് പറഞ്ഞാൽ കൊലയോ? കൊലയില്ല ലോകേഷ്, കല. കൂലിപ്പണി ദേവൻ കൂട്ടുകാരൻ ഡെഡ് ബോഡി ആയത് സ്വാഭാവികമായിട്ടല്ല, ആരോ തല്ലിക്കൊന്നതാണെന്ന് മനസ്സിലാക്കും. സത്യരാജിന്റെ ഒറിജിനൽ ഓട്ടോപ്സി റിപ്പോർട്ട് നമ്മുടെ കൂലിപ്പണി ദേവന് കിട്ടും. ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്നൊന്നും ചോദിക്കരുത്, എനിക്കും അറിയില്ല. പോലീസുകാർക്ക് പോലും കിട്ടാത്ത സാധനങ്ങളാണ് വെറും ഒരു കൂലിപ്പണിക്കാരനായി ഇങ്ങനെ കിട്ടുന്നത്. ഇത് എവിടുന്നാ കിട്ടുന്നത്, എങ്ങനെ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഇനി ഇയാൾ ഏജന്റ് വിക്രമിന്റെ കണക്ക് വല്ല ഏജന്റുമാണോ? വല്ല ഏജന്റ് പടയപ്പയാ, ഏജന്റ് അരുണാചലോ, അങ്ങനെ വല്ലതും ആയിരിക്കുമോ? എന്നിട്ട് നമ്മുടെ കൂലിപ്പണി ദേവൻ നാഗാർജുന പോർട്ടിൽ ശവം കത്തിക്കുന്ന ജോലിക്ക് കയറും. എന്നിട്ട് ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ ആണ് അവിടെ. എന്നിട്ട് അവിടെ പണിയെടുക്കുന്ന ഏതൊരു കൂലിയെടുത്ത് റെസ്ട്രിക്റ്റഡ് ഏരിയ ചൂണ്ടിക്കാണിച്ചിട്ട് പുള്ളി ചോദിക്കും, ഇത് ഏത് ഏരിയ ആണ്? തലവര് വില്ലന്മാര് പോലും അറിയാതെ വില്ലന്മാരുടെ വീഡിയോ ഒക്കെ പിടിക്കും. എന്തൊരു ഒറിജിനാലിറ്റി, സംശയം തോന്നത്തേ ഇല്ല. യു ബ്ലഡി ചീറ്റ്. ഇതാണടാ നീ പറഞ്ഞ മോസ്റ്റ് ഇന്റലിജന്റ് ഫിലിം? വേണ്ട, നീ ഒരു പുല്ലും പറയണ്ടടാ. അവന്റെ 10 ഫയറും 10 കപ്പും. അനിരുദ്ധേ, നീ എന്നോട് ഇങ്ങനൊന്നും പറയരുത്. ഒരുപാട് വിഷമിട്ടാകുന്ന കാര്യങ്ങളാ. അടുത്തത് സൗബിനെ നാഗാർജുന തല്ലിക്കൊന്നാലും പുള്ളി അണ്ടർടേക്കറിനൊക്കെ എണീറ്റ് വരും. സൗബിൻ ചാവാതിരുന്നതിന്റെ ഒരു കാരണം പറയും. എന്റെ പൊന്നോ, മിന്നലടിച്ചിട്ടാണ് ചാവാതിരുന്നത്. സൗബിൻ അണ്ടർ കവർ പോലീസ് ആണത്രേ. 3 വർഷം വരെ ഇൻഫർമേഷൻ കൊടുത്തത്രേ. അതുകൊണ്ട് നാഗാർജുന തല്ലിക്കൊന്നത്രേ. സൗബിന് ശേഷം വേറൊരു അണ്ടർ കവർ ആയിട്ട് വിട്ടില്ലേ, അവന്റെ കയ്യിൽ സൗബിന്റെ ഒരു ഫോട്ടോ കൊടുത്തു വിട്ടിരുന്നെങ്കിൽ സൗബിനാണ് ഈ ദയാൽ എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാറുന്നില്ലേ നേരത്തെ? അതെങ്ങനെ? നായകൻ മുതൽ പോലീസുകാർ വരെ എല്ലാവരും മണ്ടന്മാരായിട്ടുള്ളൊരു സിനിമയാണല്ലോ ഇത്. എന്റെ പൊന്ന് ലോകേഷണ്ണ, ഇതാണ് നിങ്ങൾ 150 രൂപയ്ക്ക് പണിന്ന് പറഞ്ഞ പണ്ണല്. ഒരു വടി കിട്ടുമോ? പിന്നെ വടി ഇവിടെ ഉണ്ട്. എന്തിനാ? തന്നെ അങ്ങ് തല്ലിക്കൊല്ലാനാ? എന്ത് മാങ്ങയോടെ താനീ ഉണ്ടാക്കി വെച്ചേക്കണത്? കൂലിപ്പണി ദേവന്റെ മണ്ടത്തരങ്ങൾ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല, ഒരുപാടുണ്ട്. രക്ഷിച്ചു വിട്ട സൗബിൻ പുള്ളിനെ ഇമ്പാനിയാക്കും. എന്നിട്ട് ശ്രുതിഹാസനെയും തട്ടിക്കൊണ്ടുപോകും. ഇതാണ് ലോകേഷണ്ണ നിങ്ങൾ പറഞ്ഞ പീക്ക് ഇന്റർവെല്. അപ്പൊ ഞാൻ പൊട്ടന? ഇതെല്ലാം വിശ്വസിച്ച ഞാൻ പൊട്ടന? ഞാൻ ഭയങ്കര മനസ്സങ്കടത്തിൽ ഇരിക്കുന്ന ലോക്കി, ഭയങ്കര മനസ്സങ്കടം. നീ എന്നെ പറ്റിച്ചതാ. ഈ കൂലിപ്പണി ദേവന്റെ കൂടെ ഫൈറ്റ് അറിയാവുന്ന ഒരു 18 പേരുണ്ട്. അവരെ ആരെയും ശ്രുതിഹാസൻ രക്ഷിക്കാൻ വിടൂല. 18 പേരെ അയച്ചില്ലെങ്കിൽ വേണ്ട, ആ ഉപേന്ദ്രനെങ്കിലും പറഞ്ഞുവിടായിരുന്നു.
അതും ചെയ്യത്തില്ല. കൂട്ടത്തിലെ ഏറ്റവും മൊണ്ണകളായിട്ടുള്ള ആൾക്കാരെ തന്നെ ശ്രുതിഹാസൻ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. യുവമാര് സൗബിന്റെ നിന്ന് ഇടികൊണ്ട് റൊട്ടിയാവണല്ലാണ്ട് ഒരു പ്രയോജനവും ഇല്ല. യുവമാർ എത്ര വലിയ മൊണ്ണകളാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു സീൻ മതി. കാറിലുള്ള യുവമാര് ബൈക്കിൽ വരുന്ന സൗബിനെ കണ്ട് പേടിക്കുന്നു. എന്തിനാടാ പേടിക്കുന്നത്? ആ കാറ് വെച്ച് അവനെ ഇടിച്ചിട്ടാ പോരെ? അതങ്ങനെ അവന്മാർക്ക് ബുദ്ധി വേണ്ടേ? സൗബിന്റെ ഒരു അണ്ടർ കവർ ഭാര്യയൊക്കെ ഉണ്ട്. ഏജന്റ് ടീനയൊക്കെ നോക്കിയതാ, ഒത്തില്ല. സൗബിന്റെ ഭാര്യയും നമ്മുടെ കാലീശനുമായിട്ട് പണ്ടൊരു അവിഹിതം ഉണ്ടായിരുന്നു. ഈ സിനിമയിലെ ഉപേന്ദ്രയ്ക്ക് 4 ഡയലോഗുള്ളൂ. 4 ഡയലോഗ് പറയാൻ വേണ്ടി പുള്ളി വാങ്ങിച്ചത് 4 കോടി. ഇതിൽ ഉപേന്ദ്രയുടെ ഡബിങ് എന്തായാലും ഒരു 5 മിനിറ്റ് കൊണ്ട് പുള്ളി തീർത്തിട്ടുണ്ടാവും. ലോക്കിനെ കൊണ്ട് 7 പ്രാവശ്യം കഥ പറഞ്ഞതിന് ശേഷമാണ് നാഗാർജുന ഓക്കെ പറഞ്ഞതാണെന്ന് കേട്ടത്. എന്ത് പറഞ്ഞായിരിക്കും നാഗാർജുനെ ലോക്കി കൺവിൻസ് ചെയ്തത്? മോനെ തേച്ചവളെ കഴുത്തിൽ കത്തി കയറ്റി കൊല്ലണ സീനുണ്ട്. അമീർ ഖാനൊക്കെ എന്തിനാണ് ഈ പടത്തിന്? ഒരാവശ്യമില്ല. 4 പട്ടിയും കുട്ടി ട്രൗസറും. അതെ, അവൻ വന്നു. എന്തിനാ ഓസിനെ ബീഡി വാങ്ങി വലിക്കാൻ? അളിയാ ഒരു ബീഡിയും കൊണ്ടുണ്ടാ. അപ്പൊ നീ എനിക്ക് പുല്ലുവലിടുന്നത്? പുല്ലുവല പാണ്ടിക്കരിമ്പാറം. പിന്നെ ഒരു ടെസ്റ്റും കൂടെ ഉണ്ട്. നമ്മുടെ സത്യരാജിന്റെ 3 മക്കളിൽ ഒരാൾ രജനിയുടെ മോളാണ്. ചേട്ടാ, ഈ കഥ ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. എന്റെ 3 കുട്ടികളിൽ ഒരുവൾ നിങ്ങളുടെ മകളാണ്. കൗരവർ സിനിമ നമ്മളും കണ്ടിട്ടുള്ള ഡോക്യണ്ണ വിളച്ചിലെടുക്കരുത് കേട്ടോ. കാരണം നമ്മുടെ കൂലിപ്പണി ദേവൻ ബേസിക്കലി ഒരു മണ്ടനാണ്. ഈ കൂലിപ്പണി ദേവൻ നാട് വിട്ടു പോയിട്ട് 30 വർഷമായി. അപ്പൊ ആ കൊച്ചിന് എന്തായാലും 29-30 വയസ്സായിരിക്കും. ശ്രുതിഹാസൻ ഇയാൾക്ക് പറയുന്നുണ്ട് എനിക്ക് 30 വയസ്സാണ്. എന്നിട്ടും ഇയാൾ പോയി ബാക്കി 2 പിള്ളേർക്ക് നീങ്ക രാജശേഖർ പുള്ളിങ്ക താനേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.